ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ടെക്നിക്കൽ സൈഡ്, അതിന്റെ ഓരോ ഭാഗവും ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളെടുത്ത ഓരോ ടെക്നോളജി തീരുമാനത്തെയും നല്ല ആത്മവിശ്വാസത്തോടെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ പഠിച്ചിരിക്കും. ശ്രീരാഗ്, അനന്തു, യദു, ഷാഹിൽ, ഇത് നിങ്ങൾ 4 പേർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടി മാത്രമുള്ളൊരു തയ്യാറെടുപ്പ്. നിങ്ങൾ എഴുതിയ കോഡിന് പിന്നിലെ ഓരോ തീരുമാനത്തിനും ഒരു കാരണമുണ്ട്, അല്ലേ? നമുക്ക് ആ കാരണങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം. അതെങ്ങനെ ഏറ്റവും നന്നായി അവതരിപ്പിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ ചർച്ച 4 ഭാഗങ്ങളായിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഒരു വലിയ ചിത്രം, ഒരു ബേർഡ്സ് ഐ വ്യൂ നോക്കാം. അതിനുശേഷം ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഓരോന്നും എഴുതി വിശദമായി പരിശോധിക്കും. അവസാനം ഈ തീരുമാനങ്ങളെയൊക്കെ എങ്ങനെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശക്തമായി പ്രതിരോധിക്കാം എന്നുള്ള തന്ത്രങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഏതൊരു നല്ല പ്രൊജക്റ്റിന്റെയും ശക്തി അതിലെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണിരിക്കുന്നത്. നിങ്ങൾ PHP ഉപയോഗിച്ചു, നിങ്ങൾ വാനില ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചു, അതൊക്കെ എന്ത് എന്നതിന്റെ ഉത്തരമാണ്. പക്ഷേ എക്സാമിനർക്കറിയേണ്ടത് എന്തുകൊണ്ട് എന്നാണ്. ആ തന്ത്രം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഇവിടെ PHP ഒരു തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്നു, എല്ലാ ലോജിക്കും കൈകാര്യം ചെയ്യുന്നു. MySQL ആണെങ്കിൽ എല്ലാ ഡേറ്റയും സൂക്ഷിക്കുന്ന ഒരു ഹൃദയം പോലെയാണ്. വാനില ജാവാസ്ക്രിപ്റ്റ് യൂസറിന് നല്ലൊരു അനുഭവം കൊടുക്കുന്നു. ഇതിനെയെല്ലാം ഒരുമിപ്പിച്ച് ഒരു സാധാരണ വെബ്സൈറ്റിനെ ഒരു നേറ്റീവ് ആപ്പ് പോലെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന മാന്ത്രിക വിദ്യയാണ് PWA. ഉറപ്പിച്ചോളൂ, ഈ ചോദ്യം വരും. ഇതായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. എന്തിനാണ് ഏറ്റവും പുതിയ ഫ്രെയിംവർക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനൊരു ബേസിക് സ്റ്റാക്ക് തിരഞ്ഞെടുത്തതെന്ന് അവർക്ക് അറിയണം. ഇതിന് നിങ്ങൾക്ക് വ്യക്തവും ശക്തവുമായൊരു ഉത്തരം വേണം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടി ഇതായിരിക്കണം. 3 പോയിന്റുകൾ. 1. ഫ്രെയിംവർക്കുകൾ ഒഴിവാക്കിയത് ആപ്പിന് കൂടുതൽ വേഗതയും പെർഫോമൻസും കിട്ടാനാണ്, അതായത് മിനിമൽ റിസോഴ്സ് ഓവർഹെഡ്. 2. സർവീസ് വർക്കർ പോലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് മുഴുവനായ നിയന്ത്രണം വേണമായിരുന്നു. 3. ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഞങ്ങളുടെ അടിസ്ഥാന അറിവ് കാണിക്കാനുള്ള ഒരു അവസരമായി ഞങ്ങൾ കണ്ടു. ശരി, ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് വരാം. നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏറ്റവും ഇന്നൊവേറ്റീവായ ഭാഗം അതിന്റെ ഓഫ്ലൈൻ ക്യാപ്പബിലിറ്റിയാണ്. ഇതൊരു വെറും വെബ്സൈറ്റ് അല്ല, ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും ഒരു നേറ്റീവ് ആപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ആപ്പിന്റെ ഈ കഴിവിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കേണ്ട ഏറ്റവും ശരിയായ വാക്കാണ് ഓഫ്ലൈൻ ഫസ്റ്റ് ആർക്കിടെക്ചർ. എന്താണ് ഇതിന്റെ അർത്ഥം? ആപ്ലിക്കേഷൻ ആദ്യം പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഇന്റർനെറ്റിനെ ആശ്രയിച്ചല്ല, മറിച്ച് യൂസറുടെ ഫോണിൽ തന്നെയാണ്. കണക്ഷൻ കിട്ടുമ്പോൾ മാത്രം ഡേറ്റ സെർവറിലേക്ക് അയക്കും. ഇത് വലിയൊരു കാര്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ കോഡിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ട്. service-worker.js എന്ന ഫയലാണ് ഇതിന്റെ പിന്നിലെ ഹീറോ. എല്ലാ നെറ്റ്വർക്ക് റിക്വസ്റ്റുകളെയും ഇത് പിടിച്ചെടുക്കും. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഫോണിൽ നേരത്തെ സേവ് ചെയ്തു വെച്ച ഫയലുകൾ ഉപയോഗിച്ച് ആപ്പ് പ്രവർത്തിപ്പിക്കും. നിങ്ങളുടെ ഓഫ്ലൈൻ സ്ട്രാറ്റജി അവിടെയും തീരുന്നില്ല. നിങ്ങൾ വെറും ചിത്രങ്ങളും ഫയലുകളും മാത്രമല്ല ഓഫ്ലൈനിൽ സേവ് ചെയ്യുന്നത്, അല്ലേ? അതിനേക്കാൾ പ്രധാനമായി യൂസേഴ്സ് ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാണ് അടുത്ത ലെവൽ. അതിനുള്ള തെളിവാണ് നിങ്ങളുടെ ഓഫ്ലൈൻ db.js എന്ന ഫയൽ. നെറ്റ്വർക്ക് ഇല്ലാത്തപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ, ഫോട്ടോസ് അടക്കം ഇൻഡെക്സ് DBയിലെ ഓഫ്ലൈൻ റിപ്പോർട്ട്സ് എന്നൊരു സ്റ്റോറിലേക്ക് സുരക്ഷിതമായി ക്യൂ ചെയ്യാൻ ഈ കോഡാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കെൻഡിലേക്ക്, അതായത് സെർവർ സൈഡിലേക്ക് വരാം. ഒരു ഫ്രെയിംവർക്കുമില്ലാതെ PHP ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ലോജിക്കും ടെലിഗ്രാം പോലുള്ള മറ്റ് സർവീസുകളുമായുള്ള സംസാരവുമെല്ലാം ഇത്ര ഭംഗിയായി ചെയ്തതെന്ന് നോക്കാം. ഇവിടെയും PHP തിരഞ്ഞെടുത്തതിന്റെ കാരണം പെർഫോമൻസ് തന്നെയാണ്. ടെലിഗ്രാമിലേക്കൊരു മെസ്സേജ് അയക്കാൻ വേണ്ടി വലിയൊരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അനാവശ്യമാണ്. അതിനു പകരം PHPയുടെ കൂടെ തന്നെയുള്ള CURL ഉപയോഗിച്ചത് നിങ്ങളുടെ സിസ്റ്റം ഭാരം കുറഞ്ഞതും വേഗതയേറിയതുമാക്കി. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങളുടെ കോഡിലെ സെൻഡ് ടെലിഗ്രാം അലേർട്ട് എന്ന ഫംഗ്ഷൻ തന്നെയാണ്. ഇത് കാണിച്ചു കൊടുത്താൽ മതി. വേറെ ഒരു ലൈബ്രറിയുടെയും സഹായമില്ലാതെ ടെലിഗ്രാം APIയുമായി നേരിട്ട് സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ്. നിങ്ങൾ എത്ര പ്രൊഫഷണലായാണ് ഈ പ്രോജക്റ്റിനെ കണ്ടതെന്ന് ഇത് കാണിക്കുന്നു. സ്വന്തം ലാപ്ടോപ്പിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഗറേഷൻ, ലൈവ് സെർവറിൽ മറ്റൊരു കോൺഫിഗറേഷൻ, പ്രൊഡക്ഷനിൽ പെർസിസ്റ്റന്റ് കണക്ഷൻസും SSL സെക്യൂരിറ്റിയും ഉപയോഗിച്ചത് വളരെ മികച്ചൊരു പ്രാക്ടീസാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഡേറ്റാ മോഡൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ഒരു അസറ്റ്, അത് ഏത് റൂമിലാണ്, ഏത് കാറ്റഗറിയിലാണ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ MySQL പോലുള്ളൊരു റിലേഷണൽ ഡേറ്റാബേസ് തന്നെ വേണമായിരുന്നു. അതൊരു ശരിയായ തീരുമാനമായിരുന്നു. ഓക്കെ, ഇതുവരെ നമ്മൾ തിയറി പഠിച്ചു. ഇനി പ്രാക്ടിക്കലാണ്. യഥാർത്ഥ വൈവ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു മോക്ക് വൈവ.
ഞാൻ എക്സാമിനർ, നിങ്ങൾ ഉത്തരം പറയണം. റെഡിയല്ലേ? ഇതാ ആദ്യത്തെ ചോദ്യം. ഉറപ്പായും വരാൻ സാധ്യതയുള്ള ഒന്നാണിത്. കാരണം ലോക്കൽ സ്റ്റോറേജ് വളരെ എളുപ്പമാണ്. പിന്നെന്തിന് നിങ്ങൾ കൂടുതൽ സങ്കീർണമായ ഇൻഡെക്സ്ഡ് DB ഉപയോഗിച്ചു? ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമായിരിക്കണം. 3 കാരണങ്ങൾ. 1. ഇൻഡെക്സ് DB അസിൻക്രോണസ് ആണ്. അതായത് ഡേറ്റ സേവ് ചെയ്യുമ്പോൾ ആപ്പ് ഒരിക്കലും ഹാങ് ആവില്ല. 2. ഫോട്ടോകൾ പോലുള്ള വലിയ ഫയലുകൾ സ്റ്റോർ ചെയ്യാൻ ഇതിന് കഴിയും. ലോക്കൽ സ്റ്റോറേജിന് അത് പറ്റില്ല. 3. ലോക്കൽ സ്റ്റോറേജിന് 5 MB എന്നൊരു ലിമിറ്റുണ്ട്. അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികയില്ലായിരുന്നു. ശരി, അടുത്ത ചോദ്യം. ഇത് കുറച്ചുകൂടി കടുപ്പമുള്ളതാണ്. ബാക്ക് ആൻഡ് പെർഫോമൻസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ഇവിടെ പരീക്ഷിക്കപ്പെടും. അതായത് യൂസറിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എങ്ങനെയാണ് ടെലിഗ്രാമിന് നോട്ടിഫിക്കേഷൻ പോകുന്നത്? ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഒരു ഫയർ ആൻഡ് ഫോർഗെറ്റ് മോഡലിലാണ്. അതായത് അത് ടെലിഗ്രാമിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ടെലിഗ്രാം എന്ത് ചെയ്തു എന്ന് അറിയാൻ കാത്തുനിൽക്കില്ല. ഉടൻ തന്നെ യൂസറിന് സക്സസ് എന്ന മറുപടി കൊടുക്കും. CURL OPT ടൈംഔട്ട് പോലുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഇത് വളരെ വേഗത്തിൽ നടക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇത് വെറുമൊരു പ്രോജക്റ്റ് അല്ല. നിങ്ങൾ 4 പേരും ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്ത് ഓരോ പ്രശ്നത്തിനും പരിഹാരം കണ്ടുപിടിച്ച് നിർമ്മിച്ചെടുത്ത ഒന്നാണ്. ഇതിന്റെ എല്ലാ ഭാഗവും ഓരോ വരി കോഡും നിങ്ങൾക്ക് നന്നായി അറിയാം. ഇനി വേണ്ടതൊന്നു മാത്രം: ആത്മവിശ്വാസം. പോയി ഇതിനെ ധൈര്യമായി പ്രതിരോധിക്കുക. ഓൾ ദി ബെസ്റ്റ്.